രാവിലെ ഇന്ന് 10 മണി വരെ കിടന്നുറങ്ങി. എന്നിട്ടും ക്ഷീണം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ക്ഷീണം കൂടുന്നത്. ആവശ്യത്തിന് ഉറങ്ങാം, ഉറങ്ങിയില്ലെങ്കിലും ക്ഷീണം വരും. പക്ഷെ ആവശ്യത്തിന് കറക്റ്റ് 8 മണിക്കൂർ ഉറങ്ങിയാൽ അന്നത്തെ ഡേ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. 8 മണിക്കൂർ എന്നുള്ള ഒരു 9 മണിക്കൂറായാലും കുഴപ്പമില്ല. വീണ്ടും നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ എപ്പോഴും അന്നത്തെ ദിവസം ഫുൾ നമുക്ക് ഉറക്ക ക്ഷീണമായിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് സംഭവിച്ചത് അതാണ്. ഇന്നെന്തോ ഞാൻ 9 മണി വരെ കിടന്നുറങ്ങി. എനിക്കറിയില്ല, കുറച്ചുകൂടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ സമയം നോക്കിയപ്പോൾ 9 മണി. പിന്നെ ചാടി എഴുന്നേറ്റ് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ക്ഷീണം. ഇപ്പോൾ ഉച്ചയ്ക്കും ഞാനൊന്ന് കിടന്നുറങ്ങി ഒരു 5-10 മിനിറ്റ് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല ഉന്മേഷത്തോടെ ഇരിക്കും. ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയാൽ അയ്യോ വൈകുന്നേരം ആകുമ്പോൾ ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കും കേട്ടോ. അന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് ഉറങ്ങിയാൽ അങ്ങ് ഉറങ്ങാൻ ഭയങ്കര സുഖമാണ്. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ഭയങ്കര മുഷിച്ചിൽ. അയ്യോ ഇതെന്താണ്, നമ്മുടെ മുഴുവൻ കോഴി ഷവായി ചിക്കൻ, അതിനെ ഞാൻ കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഷവായി ഉണ്ടാക്കിയപ്പോഴേക്കും നൈഫ് വെച്ചൊക്കെ കട്ട് ചെയ്തപ്പോൾ പെടാപ്പാട് പെട്ട് കേട്ടോ. ഇന്നിപ്പം ഹോട്ടലുകളിൽ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ സിസേഴ്സ് വെച്ചല്ലേ അവർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിസേഴ്സ് എടുത്തിട്ട് പാടി നമുക്കൊന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഈസി ആയിട്ട് കട്ടായി വന്നു കേട്ടോ. ഏതൊക്കെ ഇഷ്ടപ്പെട്ടു, സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നു. ഇന്നലെ നാടൻ കോഴി ചിക്കൻ ഉണ്ടായിരുന്നു, എന്നിട്ട് കൊച്ചു തൊട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് പാവം തോന്നിയിട്ട് അച്ഛൻ വാങ്ങിയിട്ട് വന്നതാട്ടോ വേദക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതേ ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നിറയെ പഴം. ചീമ ആര് കാണാൻ വന്നാലും പഴം തന്നെ. അപ്പോൾ ഇവിടെ പഴംപൊരിയുടെ എണ്ണവും കൂടുതലാട്ടോ. എന്നും ഉണ്ടാക്കും പഴംപൊരി. എത്രയെന്ന് പറഞ്ഞിട്ടാണ് പഴം കഴിക്കുന്നത്? അതാണേലും 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തൂല, എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് പഴംപൊരിയുടെ കളിയാണ് കേട്ടോ എന്നും. അങ്ങനെ ഇരുന്നപ്പോഴേക്കും എനിക്കിത് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ നൈറ്റ് ഡ്രസ്സാണ്. 1-2 ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് ലിങ്ക് ഡയറക്റ്റ് നിങ്ങളുടെ മെസ്സേജിൽ വരുന്നതായിരിക്കും. അല്ല എങ്കിൽ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഭ്രാന്തെല്ലാം കേട്ട് ഇതുപോലത്തെ നൈറ്റ് സ്യൂട്ട്സ് വാങ്ങുകയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. 2-3 ഞാൻ ഓപ്പൺ ചെയ്ത് 2 ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ 1-2 ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെയാണ് 1-2 കൂടി ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പീക്കി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടൊക്കെ നോക്കണം. അപ്പോൾ വേണമെന്നുള്ളവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കി എടുത്തുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ഞാൻ അതിഗംഭീരമായിട്ട് വീണ്ടും പൊളിച്ചെടുക്കാൻ നോക്കിയപ്പോഴേക്കും ചീമ വീഡിയോ കട്ട് ചെയ്ത് കേട്ടോ. അതുകൊണ്ട് ആ 2 മാത്രമേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതെന്താണ്, വിശന്നപ്പോൾ വീണ്ടും ബ്രെഡ് ടോസ്റ്റ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നിറയെ നെയ്യെല്ലാം ഒഴിച്ചാണ് കഴിക്കുന്നത്. നെയ്യ് ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നെയ്യ് ആവശ്യത്തിന് കഴിക്കാം. ആവശ്യത്തിൽ കൂടുതലായാൽ അമൃതം വിഷമെന്നല്ലേ പറയുന്നത്. ഇതെല്ലാം എനിക്ക് ആവശ്യത്തിൽ കൂടുതലാട്ടോ.